സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് ഏറ്റെടുത്ത് കൊല്ലത്തുകാർ. ഒരാഴ്ച മുൻപ് മാത്രം തുറന്ന പാർക്ക് പകലും രാത്രിയും ഒരുപോലെ സജീവമാണ്. കുട്ടികൾ മുതൽ വയോധികർ വരെ പാർക്കിൽ ഒത്തുകൂടാൻ എത്തുന്നുണ്ട്. 6 മാസങ്ങൾക്ക് മുമ്പ് മാലിന്യത്തിന്റെയും സാമൂഹ്യവിരുദ്ധരുടെയും കേന്ദ്രമായിരുന്ന ഇവിടം ഇന്ന് വസന്തമാണ്. കുട്ടികൾ മുതൽ പ്രായമായവർ വരെ നിരവധി പേർ സമയവും കാലവും ഒന്നും നോക്കാതെ ഒത്തുകൂടുന്ന ഇടങ്ങളിലൊന്ന്. അതിന്റെ കഥയിലേക്കാണ് ഇന്ന് പൊതുജനം നിങ്ങളെ കൊണ്ടുപോകുന്നത്. കൊല്ലം നഗരത്തിൽ കുട്ടികൾക്കും വയോധികർക്കും സ്ത്രീകൾക്കുമായി നിർമ്മിച്ച പാർക്കുകളൊന്നും തുറന്നു പ്രവർത്തിപ്പിക്കാത്തതിനാൽ ഒത്തുചേരലുകൾക്കും വിനോദത്തിനും ഇടമില്ലാതെയായി. ഇതിനിടയിലാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള 70 സെന്റ് ഭൂമിയിൽ സംസ്ഥാന ടൂറിസം വകുപ്പ് 2 കോടി രൂപ ചെലവിൽ സൗന്ദര്യവൽക്കരണം പൂർത്തിയാക്കിയത്. സംസ്ഥാന സർക്കാരിന്റെ രൂപകൽപ്പനാ നയത്തിന്റെ ഭാഗമായാണ് റെയിൽവേ മേൽപ്പാലങ്ങളുടെ അടിവശത്ത് ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങൾ ജനസൗഹൃദ മാതൃക പൊതുയിടങ്ങളാക്കി മാറ്റുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടതോടെ വി പാർക്ക് ജനങ്ങൾ ഏറ്റെടുത്തു. മുമ്പ് കാട് പിടിച്ചു കിടന്നിരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ഈ രീതിയിൽ അതിനെ മാറ്റിയെടുത്തതിൽ നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ ഒരു അഭിനന്ദനം കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. കൊല്ലത്താണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. മോളുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനായിട്ട് അവരൊരു സ്ഥലം തിരഞ്ഞെടുത്തത് ഇതാണ്. അപ്പോൾ ഒരു നല്ലൊരു കാര്യമായിട്ട് നമ്മൾ കണക്കൂട്ടാണ്. രാത്രി എത്ര വൈകിയാലും കൊല്ലത്തെ ഈ പാർക്ക് സജീവമാണ്. വോളിബോൾ, ബാഡ്മിന്റൺ, ഹാൻഡ്ബോൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന 100ഓളം യുവാക്കളെ സദാ പാർക്കിൽ കാണാം. വലിയ ചെസ് ബോർഡിൽ മത്സരത്തിനായി കാത്തിരിക്കേണ്ട അവസ്ഥ. കാണികളായും ഒട്ടേറെ പേർ. കുട്ടികൾക്കും മുതിർന്നവർക്കുമായുള്ള സ്കേറ്റിംഗ് ട്രാക്കിലും ഓപ്പൺ ജിം ഏരിയയിലും എപ്പോഴും തിരക്കാണ്. സ്വകാര്യ സ്പോർട്സ് ടർഫുകളിൽ മണിക്കൂർ അടിസ്ഥാനത്തിലാണ് ഫീസ് നൽകേണ്ടത്. എന്നാൽ ഇവിടെ സൗജന്യമായി ഉപയോഗിക്കാം. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേകം സ്ഥലം അനുവദിച്ചിട്ടില്ലാത്തതും ലഘുഭക്ഷണശാലകൾ തുറക്കാത്തതും മാത്രമാണ് നിലവിലെ പ്രശ്നം. ഞാൻ ആദ്യമായിട്ട് വന്ന് കയറിയതേ ഉള്ളൂ. മൊത്തം കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ. ആദ്യം നോട്ടത്തിൽ ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതേപോലെ പോയാൽ നല്ലൊരു സ്ഥലമായിട്ട് തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. പൊതുമരാമത്ത് വകുപ്പ്, ടൂറിസം വകുപ്പ്, കൊല്ലം കോർപ്പറേഷൻ, DTPC അനുബന്ധ വകുപ്പുകൾ എന്നിവയുടെ സംയുക്ത സമിതിയാണ് പാർക്കിന്റെ തുടർ പരിപാലനവും സംരക്ഷണവും നിർവഹിക്കുന്നത്. ലഹരി മാഫിയയുടെയും സാമൂഹ്യവിരുദ്ധരുടെയും കേന്ദ്രമായിരുന്ന ഇടം ഇത്തരത്തിൽ സമ്പന്നമാക്കിയതിൽ സംസ്ഥാന ടൂറിസം വകുപ്പിനും ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കേണ്ടതാണ്. ലഹരി കേസുകൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം പൊതുവിടങ്ങൾ നിർമ്മിക്കുന്നത് ലഹരി ഉപയോഗത്തെ മാറ്റി നിർത്താൻ കൂടി സാധിക്കുന്ന ഒന്നാണ്. ക്യാമറാമാൻ അരുണസാറിനൊപ്പം RN രാജ് 24. പൊതുജനം കഴുതയല്ല സാർ.